പ്രൈസ് ദ ലോർഡ്. നമ്മളെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നവരാണ്. അപ്പം ഈ ഈശോയെ സ്നേഹിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ ശരിക്കും ഈശോയുടെ വചനം അനുസരിച്ചാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു, അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈശോ ക്ലിയറായിട്ട് പറയുക, നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കും. ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാത്തൊരു വ്യക്തി ഈശോയെ സ്നേഹിക്കുന്നില്ല. അവൻ അതിരം കൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നില്ല. വചനം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും, നമ്മൾ കുറേ വായിക്കുന്നുണ്ടാവും, പക്ഷേ ഈ വചനം നമുക്ക് ഈശോ തന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി എങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഈ വചനം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വചനം അനുസരിച്ച് ജീവിക്കണം. നമുക്ക് ഈശോ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് നമ്മുടെയൊക്കെ ലൈഫ്, നമ്മുടെയൊക്കെ ജീവൻ നമുക്ക് നേടിത്തന്നത്. അപ്പം നമുക്ക് നേടിത്തന്ന ജീവൻ, ആ ജീവിതത്തിൽ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തണം, ഈശോയെ സ്നേഹിക്കണം. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന നമ്മൾ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കണം. ഈ ഒരാഴ്ചക്കാലത്ത് തന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തൊരു വചനമാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും, പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു, അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ശരിക്കും ഈശോയുടെ ജീവൻ കൊടുത്ത് നേടുന്ന നമ്മുടെ ഈ ജീവിതമല്ലേ? അപ്പം നമ്മൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈശോയുടെ വചനത്തെ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈശോയുടെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ഈശോയുടെ വചനം പാലിച്ച് ജീവിക്കണം. അപ്പം ഈ ഈശോയുടെ വചനം പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃപയാണ്. എല്ലാവരും ഈശോയുടെ വചനം കേൾക്കും, അവിടെ ഇവിടെയെല്ലാം ഓടിപ്പോയി ഈശോയുടെ വചനം കേൾക്കും, വചനം വായിക്കും, പക്ഷെ അത് അനുസരിച്ച് ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാവുള്ളവരായിരിക്കണം. നമ്മുടെ റോൾ മോഡൽ ഈശോ ആയിരിക്കണം. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി വന്ന ഈശോയുടെ അവസാന ശ്വാസത്തോളം ഈശോ പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മൾ ഈശോ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈശോയുടെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോയുടെ ഹിതം നിറവേറ്റാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച നമ്മളും ഈ ലോകത്തിൽ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഈശോയുടെ വചനം അങ്ങോട്ട് മാറ്റി വെച്ച് ജീവിക്കരുത്. നമ്മൾ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കണം. വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃപയാണ്. എല്ലാവരെ കൊണ്ടത് പറ്റത്തില്ല. അപ്പം ആ കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്.